കൊടുവേലിക്ക് ക്യാൻസർ പ്രതിരോധ ശേഷിയുണ്ടെന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഗവേഷകരുടെ സുപ്രധാന കണ്ടെത്തൽ മരുന്ന് നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ക്യാൻസർ ചികിത്സാ രംഗത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന കണ്ടെത്തലാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു പഠനഫലം നൽകിയത്. ചുവന്ന കൊടുവേലി സസ്യത്തിൽ നിന്നുള്ള പ്രത്യേക സംയുക്തത്തിന് ക്യാൻസർ പ്രതിരോധ ശേഷിയുണ്ടെന്ന കണ്ടെത്തലാണ് അതിലൂടെ പുറത്തുവന്നത്. ഇപ്പോഴിതാ ആ കണ്ടെത്തൽ അടിസ്ഥാനമാക്കി മരുന്ന് നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണ ചരിത്രത്തിൽ ശ്രദ്ധേയമായ നേട്ടമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഗവേഷണ സ്ഥാപനമല്ലാത്ത ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സുപ്രധാനമായൊരു കണ്ടെത്തൽ പുറത്തുവരികയും അതടിസ്ഥാനമാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ മരുന്ന് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുന്നത് അപൂർവ നേട്ടം തന്നെയാണ്. CETയിലെ കെമിസ്ട്രി വിഭാഗം മുൻ മേധാവിയായിരുന്ന ഡോക്ടർ ആനറ്റ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലാണ് ചുവന്ന കൊടുവേലിയുടെ ഔഷധ മൂല്യങ്ങളെ സംബന്ധിച്ച ഗവേഷണം നടന്നത്. ഗവേഷക വിദ്യാർത്ഥികളായിരുന്ന ഡോക്ടർ B. അരുൺകുമാർ, ഡോക്ടർ ഷൈനി P. ലൈല എന്നിവർ ചേർന്ന് 2009 പഠനം ആരംഭിച്ചത്. ചുവന്ന കൊടുവേലിയുടെ വേരിൽ അടങ്ങിയിരിക്കുന്ന പ്ലംബാഗിൻ ഹൈഡ്രോക്സിക്വിനോൺ എന്ന രാസസംയുക്തത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഡെറിവേറ്റീവ് സംയുക്തം ഇവർ വികസിപ്പിച്ചത്. ഈ സംയുക്തത്തിനാണ് ക്യാൻസർ കോശങ്ങളെ ചെറുക്കാൻ കഴിവുണ്ടെന്ന് കണ്ടെത്തിയത്. 2022 ഈ ഗവേഷണത്തിന് പേറ്റന്റും ലഭിച്ചു. ഇപ്പോൾ ഈ പേറ്റന്റിന്റെ ലൈസൻസ് ആണ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഹെൽത്ത് കെയർ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത്. മരുന്ന് വിപണിയിലെത്തിയാൽ CETക്ക് വാർഷിക റോയൽറ്റിയും ലഭിക്കും. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണങ്ങൾക്ക് സാമ്പത്തിക മൂല്യവും വ്യാവസായിക സാധ്യതയും ഉണ്ടെന്നതിന്റെ ഉദാഹരണമായാണ് ഈ സംഭവ വികാസം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചുവന്ന കൊടുവേലിയിലെ രാസസംയുക്തങ്ങൾക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനാകുമെന്ന ഗവേഷണ ഫലം സ്ഥിരീകരിക്കുന്നതിനായി തൃശൂരിലെ അമല ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എലികളിൽ പരീക്ഷണം നടത്തുകയുണ്ടായി. ആ പരീക്ഷണത്തിൽ നിന്നും ശ്രദ്ധേയമായ ഫലമാണ് ലഭിച്ചത്. രക്താർബുദം, വൻകുടലിലെ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ എന്നിവയ്ക്കെതിരെ ഈ സംയുക്തം ഫലപ്രദമാണെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചു. എന്നാൽ മനുഷ്യരിൽ ഉപയോഗിക്കാവുന്ന മരുന്നായി മാറാൻ ഇനിയും ദീർഘമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളും സുരക്ഷാ പഠനങ്ങളും പൂർത്തിയാക്കേണ്ടതായുണ്ട്. പലതരത്തിലുള്ള ക്യാൻസറുകൾക്ക് ഈ സംയുക്തം ഫലപ്രദമാണോ എന്ന കാര്യത്തിലും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ലൈസൻസ് ഏറ്റെടുത്ത കമ്പനിയായിരിക്കും ഇനി തുടർ ഗവേഷണവും ക്ലിനിക്കൽ പരീക്ഷണങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക. സുരക്ഷ, പാർശ്വഫലങ്ങൾ, ശരീരത്തിലെ പ്രവർത്തനം, ഫലപ്രാപ്തി തുടങ്ങിയവ വിശദമായി പരിശോധിച്ച ശേഷമേ ഔദ്യോഗികമായി മരുന്ന് നിർമ്മാണത്തിലേക്ക് കടക്കൂ. കേരളത്തിലെ പരമ്പരാഗത ഔഷധ സസ്യങ്ങളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുന്ന ശ്രമങ്ങൾക്ക് ഈ കണ്ടെത്തൽ പുതിയ ദിശ നൽകുന്നു. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഉപയോഗിച്ചു വരുന്ന കൊടുവേലി പോലുള്ള സസ്യങ്ങളുടെ ശാസ്ത്രീയ സാധ്യതകൾ അങ്ങനെ വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. പ്രകൃതിദത്ത ഘടകങ്ങളിൽ നിന്ന് ഭാവിയിലെ ചികിത്സാ രീതികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ ഗവേഷണവും ശ്രദ്ധ നേടുന്നത്. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് ഈ കണ്ടെത്തൽ വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. അതേസമയം പ്രാഥമിക പരീക്ഷണ വിജയം മാത്രമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നും മരുന്ന് വിപണിയിലെത്താൻ നാളുകൾ എടുക്കുമെന്നതും ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും കേരളത്തിലെ ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള ഗവേഷണം ആഗോള ആരോഗ്യരംഗത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറുന്നുവെന്നത് വലിയ നേട്ടം തന്നെയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.